നമസ്കാരം. ഭാരതസ്മിതം വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്, ബുഷ് വിൽമോർ എന്നിവരെ മടക്കിയെത്തിക്കാനുള്ള സ്പേസ് എക്സിൻ്റെ ക്രൂ 10 ദൗത്യം മുടങ്ങി. സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപാണ് സാങ്കേതിക തടസ്സം കാരണം മുടങ്ങിയത്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഇതോടെ സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിനെയും 16-ാം തീയതി തിരികെത്തിക്കാമെന്നുള്ള പ്രതീക്ഷ മങ്ങി. 9 മാസത്തോളമായി ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ഇരുവരെയും തിരികെത്തിക്കാൻ നാസയും സ്പേസ് എക്സും ചേർന്നുള്ള ദൗത്യമാണ് ക്രൂ 10. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 5:18 പേടകം വിക്ഷേപിക്കാൻ സ്പേസ് എക്സ് ലക്ഷ്യമിട്ടിരുന്നത്. വിക്ഷേപണത്തിൻ്റെ ലൈവ് വെബ്കാസ്റ്റിംഗും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വിക്ഷേപണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് സാങ്കേതിക തകരാർ സംഭവിക്കുകയായിരുന്നുവെന്ന് സ്പേസ് എക്സ് വിശദീകരിച്ചു. മലപ്പുറത്ത് വവ്വാലുകൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. മലപ്പുറം തിരുവാലിയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ പൂന്തോട്ടത്തിലെ റോഡരികിലെ കാഞ്ഞിര മരത്തിൽ തമ്പടിച്ചവയിൽ 17 വവ്വാലുകളാണ് കഴിഞ്ഞ ദിവസം ഒരുമിച്ച് ചത്തു വീണത്. കാരണം കണ്ടെത്താൻ ചത്ത വവ്വാലുകളുടെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തു വീണത്. ചിലത് മരക്കൊമ്പുകൾ തൂങ്ങിക്കിടക്കുകയും ചെയ്തു. സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും വനംവകുപ്പിലെ വെറ്റിനറി വിഭാഗം ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അധികം പ്രായമില്ലാത്ത വവ്വാലുകളാണ് ചത്തിട്ടുള്ളത്. കനത്ത ചൂടാണ് മരണകാരണമെന്നാണ് അധികൃതരുടെ പ്രാഥമിക നിഗമനം. തോമസ് കെ തോമസ് MLA NCPയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റു. കുട്ടനാട് MLA തോമസ് കെ തോമസ് NCP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റു. സംസ്ഥാന നേതാക്കളുടെ പടലപ്പിണക്കങ്ങൾ മൂലം ഏറെ അനിശ്ചിതത്വത്തിലായിരുന്ന പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മന്ത്രി AK ശശീന്ദ്രൻ്റെ പിന്തുണയോടെയാണ് തോമസ് കെ തോമസ് ചുമതലയേറ്റത്. NCPയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുമെന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയ ശേഷം തോമസ് കെ തോമസ് പ്രതികരിച്ചു. പാർട്ടിയിൽ നിന്നും ഒന്നും എടുക്കാനല്ല, കൊടുക്കാനാണ് പ്രവർത്തകർ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പാകിസ്ഥാനിലെ ട്രെയിൻ റാഞ്ചിൽ 300 ബന്ദികളെയും മോചിപ്പിച്ചെന്ന് പാകിസ്ഥാൻ പട്ടാളം. ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ റാഞ്ചി 100 കണക്കിന് യാത്രക്കാരെ ബന്ദികളാക്കിയത്. ഇതിനെതിരെ നടത്തിയ ആക്രമണത്തിൽ 33 ബലൂച്ച് ലിബറേഷൻ ആർമിക്കാരും കൊല്ലപ്പെട്ടെന്ന് പാക് പട്ടാളവും അറിയിച്ചിരുന്നു. ട്രെയിൻ റാഞ്ചുന്നതിൻ്റെ ദൃശ്യങ്ങൾ ബലൂച്ച് ലിബറേഷൻ ആർമി പുറത്തുവിട്ടിരുന്നു. തോക്കുധാരികളായ വലിയ സംഘം ബോലൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ട്രെയിനിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. ട്രെയിൻ ബലമായി നിർത്തിച്ച സംഘം തോക്കുകളുമായി ട്രെയിനിനകത്തേക്ക് ഇരച്ചെത്തുകയും യാത്രക്കാരെ തോക്കിൻ മുനയിൽ ഭീഷണിപ്പെടുത്തി നിർത്തുകയുമായിരുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡും ഫത്തേഫ് സ്ക്വാഡുമാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ലിഫ്റ്റിൽ കുടുങ്ങിയ 4.5 വയസ്സുകാരന് ദാരുണാന്ത്യം. ഹൈദരാബാദിൽ സന്തോഷ് നഗർ കോളനിയിലെ മുജ്തബ എന്ന അപ്പാർട്ട്മെൻറ്റിലുള്ള ലിഫ്റ്റിലാണ് കുഞ്ഞ് കുടുങ്ങിയത്. അപ്പാർട്ട്മെൻറ്റിലെ നേപ്പാൾ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരൻ ശ്യാം ബഹദൂറിൻ്റെ മകൻ സുരേന്ദർ ആണ് മരിച്ചത്. ലിഫ്റ്റിന് തൊട്ടടുത്ത് നിന്നും കളിച്ചുകൊണ്ടിരുന്ന സുരേന്ദർ അതിൻ്റെ ഗ്രില്ലുകൾ വലിച്ചടച്ചപ്പോൾ കുടുങ്ങിയെന്നാണ് സൂചന. ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് വിവരം. മകനെ കാണാതിരുന്ന മാതാപിതാക്കൾ ലിഫ്റ്റിനടുത്തേക്ക് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ച നിലയിൽ സുരേന്ദ്രനെ കണ്ടത്. തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുഞ്ഞ് മരിച്ചിരുന്നു. നേപ്പാൾ സ്വദേശികളായ ഇവർ 7 മാസം മുമ്പാണ് ഹൈദരാബാദിലേക്ക് എത്തിയത്. അപ്പാർട്ട്മെൻറ്റ് താഴെയുള്ള ചെറിയ മുറിയിലാണ് സെക്യൂരിറ്റി ഗാർഡായ ശ്യാം ബഹദൂറും കുടുംബവും താമസിച്ചിരുന്നത്. ആറളത്ത് വീണ്ടും കാട്ടാന ആക്രമണം. ചെത്തുതൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ആറളത്ത് വീണ്ടും കാട്ടാന ആക്രമണം. കള്ളുചെത്ത് തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചെട്ടിക്കുളം സ്വദേശി TK പ്രസാദ് 50 പരിക്കേറ്റത്. പരിക്കേറ്റ പ്രസാദിനെ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഫാമിലെ 3-ാം ബ്ലോക്കിൽ വെച്ചാണ് സംഭവം. കാട്ടുപോത്തിൻ്റെ ചവിട്ടേറ്റ് തൊഴിലാളിക്ക് ഗുരുതരമായ പരിക്ക്. മൂന്നാർ നയമക്കാട് കടലാർ എസ്റ്റേറ്റിൽ ഫാക്ടറി ഡിവിഷൻ P ഷൺമുഖവേൽ 56 പരിക്കേറ്റത്. ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 3-ന് ആണ് സംഭവം. കന്നുകാലികളുടെ ഇടയിൽ കാട്ടുപോത്തിനെ കണ്ട ഇദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണുപോയി. പാഞ്ഞെത്തിയ കാട്ടുപോത്ത് ഷൺമുഖവേലിനെ ചവിട്ടുകയായിരുന്നു. ജനവാസ മേഖലയിലെ ഇറങ്ങിയ കടുവയ്ക്കായി ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാർ ഡ്രംബിയിലെ കടുവയെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു.
ഗ്രാമ്പി മേഖലയിലെ ചതുപ്പ് നിലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിരീക്ഷണം. ആദ്യഘട്ട ഡ്രോൺ നിരീക്ഷണത്തിന് ശേഷമാവും നേരിട്ടുള്ള പരിശോധന. പ്രത്യേക സംഘം കാൽപ്പാടുകൾ നോക്കി കടുവയെ പിന്തുടർന്ന് എത്താനാണ് ശ്രമം നടത്തുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റ് 6-ാം നമ്പർ ഫാക്ടറിക്ക് സമീപമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കടുവ ഇറങ്ങിയത്. ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്ത് നാട്ടുകാരാണ് കടുവയെ കണ്ടെത്തിയത്. 1 മണിക്കൂറോളം കടുവ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പിന്നാലെ കടുവയെ കണ്ട വിവരം നാട്ടുകാർ വനംവകുപ്പിൽ അറിയിച്ചിരുന്നു. എന്നാൽ വനംവകുപ്പ് എത്തുന്നതിന് മുൻപ് കടുവ കാട് കയറി. 1 വർഷത്തോളമായി മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. നിരവധി വളർത്തുമൃഗങ്ങളെയും കടുവ ആക്രമിച്ചു കൊന്നിട്ടുണ്ട്. പിന്നാലെ കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടണമെന്ന ആവശ്യമുയർന്നു. പരുന്തുംപാറ, വെടിക്കുഴി തുടങ്ങിയ പ്രദേശങ്ങളിലും കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ഒരാഴ്ച മുൻപ് വള്ളക്കടവിലും നാട്ടുകാർ കടുവയെ കണ്ടിരുന്നു. വിമാന അപകടത്തെ തുടർന്നുള്ള നടി സൗന്ദര്യയുടെ മരണം വീണ്ടും ചർച്ചയാകുന്നു. വിമാന അപകടത്തിൽ നടി സൗന്ദര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് 2 പതിറ്റാണ്ടുകൾക്കിപ്പുറം തെലുങ്ക് നടൻ മോഹൻ ബാബുവിനെതിരെ ഗുരുതര ആരോപണം. നടിയുടേത് അപകട മരണമല്ലെന്നും മറിച്ച് മോഹൻ ബാബുവുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്നും ആരോപിച്ച് ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിലെ ചിട്ടിമല്ലു എന്ന വ്യക്തി പരാതി നൽകി. ഖമ്മം ACPക്കും ജില്ലാ അധികാരികൾക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഷംബാദിലെ ഒരു ഗ്രാമത്തിൽ സൗന്ദര്യയ്ക്കും സഹോദരനും 6 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ഈ ഭൂമി തനിക്ക് വിൽക്കാൻ സൗന്ദര്യയ്ക്കും സഹോദരനും മേൽ മോഹൻ ബാബു സമ്മർദ്ദം ചെലുത്തിയതായി പരാതിക്കാരനായ ചിട്ടിമല്ലു ആരോപിച്ചു. എന്നാൽ ഇതിന് വിസമ്മതിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് മോഹൻ ബാബുവിനെതിരായിട്ടുള്ള ആരോപണം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.